നമ്മുടെ ഈ സയ്യിദ് വന്നിട്ടുണ്ടല്ലോ തിരിച്ച്. സയ്യിദ് വന്നിട്ടുണ്ടോ? യെസ് സയ്യിദ്. എന്റെ അതെ. അപ്പൊ നമ്മള് പറഞ്ഞത്, അപ്പൊ അത് നിങ്ങൾ റെഫർ ചെയ്തായിരുന്നു, അത് നോക്കിയായിരുന്നു? അത് എന്താണ് മുൽക്കില് എന്താണ് രണ്ടാമത്തെ ആയത്ത് നിങ്ങൾ പരിശോധിച്ചോ? ഞാൻ പറഞ്ഞത് തന്നെയാണോ അതിനകത്തുള്ളത്? അത് മനുഷ്യരെ സൃഷ്ടിച്ചിരിക്കുന്നത് മരണത്തിനും ഏതാണ്ടായിട്ടാണെന്ന് പറഞ്ഞില്ല. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇനി ഒരുപാട് വന്നേ, നമ്മൾ അവിടെ നിൽക്കുമല്ലോ. നമ്മൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഇനി പോരുന്നു. താങ്കൾ ഇപ്പോഴും ആ കൊയിലാണ്ടി ഭാഗത്ത് നിൽക്കുന്നേ ഉള്ളൂ. ഞങ്ങൾ ഇനി തൃശ്ശൂരെത്തി. അപ്പൊ നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് തുടങ്ങാം. അതായിരിക്കും നല്ലത്. ഇനിയിപ്പോ ഞങ്ങൾ അങ്ങോട്ട് തിരിച്ചു വരണ്ടേ? അവിടെ പറഞ്ഞു നിങ്ങളൊരു എന്തോ ചെയ്തതിന് മറുപടി എനിക്ക് പറയണ്ടേ? അങ്ങനെ പറയാതെ അങ്ങനെ പോയാൽ എങ്ങനെ ശരിയാവുന്നു? എന്നാ നമുക്ക് ഒരു കാര്യം ചെയ്യാം, മറുപടി പറയാം. നിങ്ങൾ തലകുത്തി നിന്ന് പറഞ്ഞാൽ എല്ലാത്തിനും മറുപടി വേണം. കേൾക്കാം. ഓക്കെ, ഞാൻ സാമ്പ്രദർ സംസാരിച്ചു കഴിഞ്ഞപ്പോ എനിക്ക് റിപ്ലൈ ചെയ്യാൻ പറ്റിയില്ല. സാമ്പ്രദർ, വാട്ട് യു സെഡ് വാസ് അബ്സല്യൂട്ട്ലി കറക്റ്റ്. വളരെ നല്ലൊരു ടോക്കാണ് സാമ്പ്രദർ ഇവിടെ നൽകിയത്. താങ്ക് യു വെരി മച്ച്. വളരെ കൃത്യമായിട്ട് കാര്യങ്ങളെല്ലാം അവതരിപ്പിച്ചു. ഓക്കെ, ഇപ്പൊ നമുക്ക് ഇനി അടുത്ത പഠനം ആരാണ്? കേപ്ലൈ സയ്യിദ്. നമ്മുടെ സയ്യിദ് നേരത്തെ ഭാര്യ ബ്രദറുമായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നതാണ്. പുള്ളി ഇവിടെ ഞാൻ എന്തായിരുന്നു ഭാര്യ ബ്രദർ മുമ്പോട്ട് വെച്ച ആർഗ്യുമെന്റ് എന്ന് എനിക്ക് മനസ്സിലായില്ല. പക്ഷെ അത് നമുക്ക് എടുക്കണ്ട. അദ്ദേഹത്തോട് നമുക്ക് നേരിട്ട് സംസാരിക്കാം. അത് ഏതായാലും ഇപ്പൊ ഭാര്യ ബ്രദർ ഇവിടെ ഇല്ലല്ലോ. അപ്പൊ അദ്ദേഹം വെച്ച വാദങ്ങളൊക്കെ അദ്ദേഹം വരുമ്പോ മറുപടി പറയട്ടെ. അള്ളാഹു സാത്താനാണ് എന്നുള്ള കാര്യം ഖുറാനിൽ നിന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടുള്ള ആയത്തുകൾ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. പക്ഷെ ഇദ്ദേഹം കൊണ്ടുവന്ന റെഫറൻസ് 67:2 പക്ഷെ അതും ഇതുമായിട്ട് എങ്ങനെയാണ് കോറിലേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ സ്റ്റാർട്ട് ചെയ്തു. അതവിടെ കിടക്കട്ടെ ബ്രദറെ, അതവിടെ കിടക്കട്ടെ. നമ്മളിപ്പോ പലതും നമുക്ക് അവര് പറഞ്ഞത് അവിടെ കിടക്കട്ടെ, അത് അവര് തമ്മിൽ നിൽക്കട്ടെ. ഈ കേപ്ലൈ സയ്യിദ് ഇദ്ദേഹം ഇസ്ലാം ആണോ മുസ്ലിം ആണോ ബ്രദറെ? സയ്യിദ് എന്ന വാക്കിന്റെ അർത്ഥം അറിയാമോ? സയ്യിദ് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? സജീദ് സുജൂദിനെ അധികരിപ്പിക്കുന്നവൻ. ഇപ്പൊ അതല്ല വിഷയം. നമ്മുടെ പേര് എഴുതിയിരിക്കുന്നത് സയ്യിദ് എന്നല്ലേ, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. സയ്യിദ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സുജൂദിനെ അധികരിപ്പിക്കുന്നവൻ. ഇവിടെ ജാ ഇല്ലല്ലോ, ഇവിടെ സയ്യിദ് എന്നല്ലേ. അതിനകത്തൊന്നും നോക്കണ്ടേ? അതല്ലേ നോക്കേണ്ടത്. സയ്യിദ് എന്ന പേരാണെങ്കിൽ അതിന് അർത്ഥമുണ്ട് ബ്രദറെ. സയ്യിദ് എന്ന വാക്കിന്റെ അർത്ഥം അറിയോ? സയ്യിദ് എന്താ അർത്ഥം? അതല്ല ഇപ്പൊ വിഷയം. ഇപ്പൊ നമ്മള് ഒരു മതത്തിനുമായിട്ട് താരതമ്യം ചെയ്ത് ഞാനൊന്ന് ചോദിക്കുന്നതിനൊരു ഉത്തരം പറഞ്ഞൂടെ? പേരിന്റെ അർത്ഥം പറഞ്ഞൂടെ? സജീദ് എന്നാണ് എന്റെ പേര്. സജീദാണോ? അത് സുജൂദിനെ അധികരിപ്പിക്കുന്നവൻ. അപ്പൊ ഞാൻ അങ്ങോട്ട് പറഞ്ഞത് എന്താണെന്ന് പറഞ്ഞാൽ, ഇല്ലില്ല, പഴയ വിഷയം വിട് ബ്രദറെ. സജീദ് പഴയ വിഷയം ഇല്ല. പക്ഷെ ദാറ്റ് ഇസ് ഫിനിഷ്. കാരണം അത് സംസാരിച്ച ആൾ ഇവിടെ ഇല്ല. അതുകൊണ്ട് ഞാനത് പറഞ്ഞു, അവരത് പറഞ്ഞു എന്ന് ഇവിടെ പറയാനായിട്ട് നമുക്ക് വി ഡോണ്ട് ഹാവ് വിറ്റ്നസസ് ഫോർ എവറിത്തിങ്. അതുകൊണ്ട് ആ വിഷയം വേണ്ട, നമുക്കൊരു പുതിയ വിഷയം എടുക്കാം. താങ്കൾ ഒരു പണ്ഡിതനാണോ? ഇസ്ലാം പഠിച്ചിട്ടുണ്ടോ? അല്ല, ഒരിക്കലും അല്ല. അല്ലയോ? അപ്പൊ താങ്കളോട് എന്താ ചോദിക്കുക? സാധാരണ. ഓക്കെ, എന്നാ ചെറിയ കാര്യം ചോദിക്കട്ടെ. ഞങ്ങൾക്ക് അറിയാൻ ആഗ്രഹമുള്ള കാര്യങ്ങൾ, ചെറിയ കാര്യങ്ങൾ. ഈ റൂമിന്റെ ഉദ്ദേശം ഇങ്ങോട്ട് ചോദ്യം, ക്രിസ്ത്യാനിറ്റിയെ പറ്റിയുള്ള ചോദ്യത്തിന് വേറെ റൂമുകളുണ്ട്. ഇവിടെ ഞങ്ങള് സൃഷ്ടാവായ ദൈവം ആര് എന്നുള്ള ചർച്ചയും ആർഗ്യുമെന്റും ഡിബേറ്റും ഒക്കെയാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് ഇവിടെ ക്രിസ്ത്യാനിറ്റിയെ പറ്റി പഠിക്കാനാണെങ്കിൽ വേറെ റൂമുണ്ട്. അപ്പൊ വരുന്നവർക്ക് ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുന്ന ജോലി മാത്രമേ ഉള്ളൂ, നിങ്ങൾ ഉത്തരം തയ്യാറില്ല എന്നാണ് വിചാരിച്ചുള്ളൂ. യു ക്യാൻ സേ ലൈക്ക് ദാറ്റ്, ഇറ്റ്സ് ഓക്കെ. യു ക്യാൻ തിങ്ക് വാട്ട് എവർ യു വാണ്ട്. ആദ്യമായിട്ടാണ് ഈ റൂമിൽ വരുന്നത് കേപ്ലൈ സജീദ്? ഞാൻ ഇതിനകത്ത് തന്നെ ഈ ഒരു സിസ്റ്റത്തിൽ തന്നെ ആദ്യമായിട്ടാണ് വരുന്നത്. യുദ്ധഭൂമിയിലെ പുതിയ പഠനമാണ് സിസ്റ്റർ. അപ്പൊ കാര്യങ്ങൾ വ്യക്തമായിട്ടൊരു ഐഡിയ ഇല്ല. അതുകൊണ്ടാണ് ഒരു ക്രിസ്ത്യാനിറ്റിയെ പറ്റിയിട്ടുള്ള ഒരു ആരോപണം ഞാൻ ഉന്നയിച്ചു. അതിൽ ഒന്നാമത്തത്, യേശു ക്രിസ്തുവിനെ കുരിശിലേറ്റി. അത്
മൃഗീയമായ പീഡനങ്ങളോടെയാണ്. ഓക്കെ ഓക്കെ, ഓക്കെ അത് മനുഷ്യരാണ് ചെയ്തത്. ഓക്കെ ഓക്കെ, മനുഷ്യർ ചെയ്തത് അതൊരു വലിയ കൊടും ക്രൂരത. ഒരു ദൈവത്തോട് ഇത്രയും ഓക്കെ കൊടും ക്രൂരത ചെയ്തപ്പോ ആ മനുഷ്യർക്ക് ഓക്കെ എന്ത് ലഭിച്ചു? അതൊരു തിന്മ. അവർ ചെയ്ത ഒരു തിന്മയ്ക്ക് അവർക്ക് എന്ത് ലഭിച്ചു? അവരുടെ ആ മനുഷ്യർക്കും അവരുടെ ആ കുലത്തിനും അവരുടെ പാപങ്ങൾ പൊറുക്കപ്പെട്ടു. അതായത് ഒരു ദൈവത്തിനോട് ഇത്രയും വലിയ കൊടും ക്രൂരത ചെയ്തപ്പോ അവരുടെ പാപങ്ങൾ പൊറുത്തു ഓക്കെ എങ്കിൽ യേശുവിനോട് അങ്ങനെ ചെയ്യുന്നത് ഓക്കെ ഒരു നന്മയായിട്ട് ക്രിസ്ത്യാനിറ്റി പഠിപ്പിക്കുന്നു. ഓക്കെ യേശുവിനെ അങ്ങനെ ദ്രോഹിച്ചാൽ, മനസ്സിലായി അതായത് മനസ്സിലായി. ചെറിയ ദൈവമായ യേശുവിനെ ദ്രോഹിച്ചാൽ സജീദ് ചെറിയ പാപങ്ങൾ പൊറുത്തു സജീദ് എന്ന് ക്രിസ്ത്യാനിറ്റി സജീദ് പറയുന്നെങ്കിൽ ഒരു യേശു ഓക്കെ ആരാണ് എന്നുള്ളതാണ് ചോദ്യം. ചോദ്യം. ഓക്കെ 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 മനസ്സിലായി, വളരെ കൃത്യമായിട്ട് മനസ്സിലായി. സജീദിനോട് ഒരു ചോദ്യം. താങ്കൾ ഈ പറഞ്ഞ കാര്യങ്ങൾ, യേശു ക്രിസ്തുവിനെ വളരെ മൃഗീയമായി ദ്രോഹിച്ച് കുരിശിലേറ്റി കൊന്നു, ഈ ഒരു ഭാഗം താങ്കൾക്ക് എവിടെ നിന്നാണ് കിട്ടിയത്? എവിടെയാണ് താങ്കൾ ഇത് വായിച്ചതോ അറിഞ്ഞതോ? നിങ്ങളുടെ അധ്യാപനങ്ങളിൽ നിന്ന് തന്നെ, ക്രിസ്ത്യാനിറ്റിയുടെ അധ്യാപനം എന്ന് പറഞ്ഞാൽ ഏത് റൂമിലാണ് ഇത് കേട്ടത്? നിങ്ങളുടെ ക്രിസ്തീയ സഹോദരങ്ങളിൽ നിന്ന് കേട്ട അറിവിൽ നിന്ന്. ഓക്കെ, അപ്പൊ അവരിങ്ങനെ പറയുന്നത് സത്യമാണോ എന്ന് താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ? ക്രിസ്ത്യാനികളല്ലേ പറഞ്ഞത്? ഒരിക്കലും അവര് പറയുന്നത് സത്യമല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പൊ അത് വിശ്വസിക്കുന്നില്ലേ അവര് പറഞ്ഞത് സത്യമാണെന്ന്? പക്ഷെ അവര് വിശ്വസിക്കുന്നുണ്ടോ തെറ്റായിട്ട് ഇല്ലയോ? വിശ്വസിക്കുന്നു. ഞാൻ വിശ്വസിക്കുന്നില്ല. അവര് തെറ്റായ വിശ്വാസത്തിലാണ് അവര്. അല്ലല്ല, ഞാൻ ചോദിച്ചത് കാര്യം, ഏതോ ക്രിസ്ത്യാനികൾ ഏതോ റൂമില് യേശു ക്രിസ്തുവിനെ ക്രൂരമായി കൊന്നു എന്ന് പറഞ്ഞു. അത് താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ? ഏതോ റൂമിൽ ആരോ പറഞ്ഞ കാര്യം താങ്കൾ അത് 100% വിശ്വസിക്കുന്നുണ്ടോ എന്നാണ് എന്റെ ചോദ്യം. യെസ് ഓർ നോ? നിങ്ങളുടെ വിശ്വാസം അതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ടോ എന്നാണോ? അതോ അല്ലല്ല, അങ്ങനെ സംഭവം നടന്നിട്ടുണ്ടെന്ന് താങ്കൾ ഞാൻ ഇവിടെ ഒരു വിശ്വസിക്കുന്നുണ്ടോ? ആണോ? താങ്കൾ ഇവിടെ ഒരു ചോദ്യം വെച്ചു. അപ്പൊ അതിന്റെ എനിക്കതൊന്ന് മനസ്സിലായത്, താങ്കൾ ഈ കേട്ട വിഷയം താങ്കൾ വിശ്വസിച്ചത് കൊണ്ടല്ല ഈ ചോദ്യം ഉണ്ടായത്. അല്ലെങ്കിൽ അവരെന്തോ പറഞ്ഞിട്ട് പോട്ടെ, അതൊന്നും ശരിയല്ല. ബൈബിൾ കൈകടത്തപ്പെട്ട ഗ്രന്ഥമാണ്, അതിലെഴുതിയിരിക്കുന്നതൊന്നും ഞാൻ വിശ്വസിക്കേണ്ട കാര്യമേ ഇല്ല. അവരെന്തോ പോഷത്വം പറഞ്ഞുകൊണ്ട് പോട്ടെ എന്ന് വിചാരിച്ചാ പോരെ? ഇത്ര സീരിയസ് ആയിട്ട് താങ്കൾ ഒരു ചോദ്യം ഉന്നയിക്കണമെങ്കിൽ അവർ പറഞ്ഞത് സത്യമാണെന്ന് താങ്കൾ വിശ്വസിച്ചു അല്ലേ? ഇല്ല, അവര് വിശ്വസിക്കുന്നു എന്ന് ഞാൻ വിശ്വസിച്ചു. നിങ്ങളുടെ വിശ്വാസം എന്താണ് എന്നുള്ളത് എന്റെ ഒരു വിശ്വാസം ഉണ്ടല്ലോ. അത് ശരിയാവട്ടെ ഓക്കെ തെറ്റാവട്ടെ. ഓക്കെ നിങ്ങൾ തെറ്റായിട്ട് അങ്ങനെ ഒരു ഓക്കെ വിശ്വാസത്തിലാണ് ഞാൻ മനസ്സിലായി, വിശ്വസിക്കുന്നത്. താങ്കൾ പറഞ്ഞ മനസ്സിലായി. അപ്പൊ അടുത്ത പടി ഞാൻ ചോദിക്കുകയാണ്, അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞത് കാര്യം സത്യമാണോ എന്ന് താങ്കൾ എവിടെയെങ്കിലും പരിശോധിച്ചോ? ഖുറാനിൽ നോക്കിയോ? ഇങ്ങനെ ഒരു സംഭവം ഖുറാനിൽ പറഞ്ഞിട്ടുണ്ടോ? ഖുർആന് അതുമായിട്ട് ബന്ധപ്പെട്ട ഗ്രന്ഥമല്ല. ഖുർആന് ബൈബിള് വേറെ, ഖുർആൻ വേറെ. ഓക്കെ, അപ്പൊ ഖുർആനിൽ താങ്കൾ പറയുന്നത് നോക്കിയില്ല. അപ്പൊ ഖുറാൻ ഓക്കെ, നോ ലെക്ചർ പറയണ്ട, ചോദ്യത്തിന് ഉത്തരം പറഞ്ഞാൽ മതി. ഖുറാനിൽ ഇങ്ങനെ ഒരു കാര്യം ഉണ്ടോ ഇല്ലയോ എന്ന് താങ്കൾ നോക്കിയില്ല. ബൈബിളിൽ ഉണ്ടോ എന്ന് നോക്കിയോ? അല്ല, ഉണ്ടോ എന്ന് നോക്കി ഞാനൊരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞപ്പോ ഇത് ഈ ഞങ്ങളുടെ വിശ്വാസമല്ല സ്റ്റേറ്റ്മെന്റ് ഈസ് എന്ന് ഇൻ ദ എയർ പറഞ്ഞാൽ ബ്രദർ. താങ്കൾ പറയുന്ന സ്റ്റേറ്റ്മെന്റ് എയറിൽ നിന്ന് വലിച്ചെടുത്ത് ഊതി വിട്ടാല് അതിന് ഒരു സാധ്യതയില്ല. താങ്കൾ ഇവിടെ ഒരു വാദം വെച്ചിട്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അത് ഏത് റൂമിൽ ആര് പറഞ്ഞു, ഏത് റെഫറൻസ് വെച്ചിട്ടാണ് അവർ പറഞ്ഞത്? ഈ റൂമിൽ റെഫറൻസ് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങളുടെ വിശ്വാസമോ നിങ്ങൾ അവിടെ എവിടെയും കേട്ടതോ ഒന്ന് ഇവിടെ വന്ന് പറഞ്ഞ കാര്യം നടക്കില്ല. നിങ്ങൾ റെഫറൻസ് വെച്ച് പറയണം. ഇപ്പൊ നിങ്ങൾ രണ്ട് കാര്യങ്ങളാണ് ഇവിടെ വെച്ചത്. ഒന്ന്, നിങ്ങൾ ഇതിനെ സമ്മതിച്ചല്ലോ, ആദ്യം നിങ്ങൾ സമ്മതിച്ചല്ലോ. ഞാൻ സമ്മതിക്കൊണ്ട് വെച്ചാണ് ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾ എന്തിനാ സമ്മതിച്ചത്? തെറ്റായിരുന്നെങ്കിൽ നോ എന്നാണ് പറയുന്നത്. നിങ്ങൾ ചോദ്യം കേൾക്കുകയാ, നിങ്ങളുടെ ചോദ്യം ക്ലിയർ ആയിട്ട് എനിക്ക് മനസ്സിലാക്കണ്ടേ? അതുകൊണ്ട് താങ്കളെ ഞാൻ മുന്നോട്ട് തള്ളി വിടുകയായിരുന്നു. അതിനാണ് യെസ് യെസ് എന്ന് പറഞ്ഞത്. താങ്കളുടെ അഭിപ്രായം എന്താണ്? ഇപ്പൊ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇനിയൊന്നും മിണ്ടായിരുന്നൊന്ന് കേൾക്കൂ. ഇടയിൽ കയറരുത്. ഇടയിൽ കയറുന്നത് വളരെ ചിതശീലമാണ്. താങ്കൾ ഒരു ചോദ്യം വെച്ചു, ഞാൻ മറുചോദ്യം ചോദിച്ചു. ആ കേട്ട കാര്യം സത്യമാണെന്ന് താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ? താങ്കൾ വിശ്വസിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ ചോദ്യത്തിന് ഒരർത്ഥമില്ല. താങ്കൾ വിശ്വസിക്കാത്ത കാര്യം താങ്കൾക്ക് അറിയേണ്ട കാര്യമേ ഇല്ല. ജസ്റ്റ് ലീവ് ഇറ്റ് അസൈഡ്. അപ്പൊ താങ്കൾ പറഞ്ഞു അല്ല, ക്രിസ്ത്യാനികൾ അത് വിശ്വസിക്കുന്നുണ്ട് എന്ന് താങ്കൾക്ക് തോന്നി, അതുകൊണ്ടാണ് ചോദ്യം. ഫൈൻ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ നെക്സ്റ്റ് പോയിന്റ്. ഈ കാര്യത്തിലെ നെക്സ്റ്റ് പോയിന്റ്, ക്രിസ്ത്യാനികൾ
വിശ്വസിക്കുന്നത് യേശുക്രിസ്തുവിനെ കൊന്ന ആളുകളുടെ പാപം പുറത്തു എന്ന ഒരു ഉപകാരം മാത്രമേ ഇതിൽ നിന്നുണ്ടായി എന്നാണ് രണ്ടാമത്തെ വാദം. അങ്ങനെ ഒരു കാര്യം ഒരു ക്രിസ്ത്യാനി, വിശ്വാസികളായ ഒരു ക്രിസ്ത്യാനിക്കും അങ്ങനെ ഒരു വാദം ഇല്ല. യേശുക്രിസ്തുവിനെ കൊന്നു എന്നുള്ളത് ശരിയാണ്, മനുഷ്യന്മാര് കൊന്നു എന്നുള്ളത് സത്യമാണ്. പക്ഷേ യേശുക്രിസ്തുവിനെ കൊന്നവർക്ക് കൊന്നത് കൊണ്ട് ആ പാപം മോചിച്ചു എന്ന്, കൊന്നത് കൊണ്ട് പാപം മോചിച്ചു എന്നാണ് താങ്കൾ ഇവിടെ സ്റ്റേറ്റ്മെന്റ് വെച്ചത്. കൊന്നത് കൊണ്ടുള്ള കൊന്നതിന് ഉള്ള ഒരു പ്രതിഫലമായിട്ട് അവർക്ക് കിട്ടിയത് അവരുടെ പാപം മോചിച്ചു കിട്ടി. അങ്ങനെയാണെങ്കിൽ കൊന്നത് നല്ലതല്ലേ എന്നാണ് താങ്കൾ വെച്ചത്. അങ്ങനെ ഒരു അഭിപ്രായം ബൈബിളിൽ ഒരിടത്തും ഇല്ല. അപ്പൊ താങ്കൾ അവിടെ വെച്ചത് യു മിസ്കോട്ടഡ്, അല്ലെങ്കിൽ ഈ താഴെ ഇരിക്കുന്നവരെ മിസ്ഗൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ രണ്ടാമത്തെ അഭിപ്രായം ഇവിടെ കൊണ്ട് വെച്ചത്. അതിനെ 100% ഞാൻ പൊളിച്ചെടുക്കുന്നു. അതിന് എന്തെങ്കിലും ഒരു തെളിവ് താങ്കൾക്ക് കൊണ്ടുവരാൻ കഴിയുമെങ്കിൽ കൊണ്ടുവരിക, ബൈബിളിൽ നിന്ന് കൊണ്ടുവരിക. എനിക്ക് മനസ്സിലായി എന്താണ് നിങ്ങൾ അതിനെ തിരിച്ചു പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. ഞാൻ അതിന്റെ ശരിയായ റൂട്ടിൽ പറഞ്ഞു, നിങ്ങൾ തിരിച്ചു പറഞ്ഞു എന്ന് പറഞ്ഞാൽ യേശു കുരിശിലേറ്റ് പറഞ്ഞാൽ പോരാ, തെളിവ് കൊണ്ടുവരണം. ക്രിസ്ത്യാനികൾ മനുഷ്യർ യേശുവിനെ കൊന്നു. കേക്കൂ താങ്കൾ പറഞ്ഞത് ഞാൻ വീണ്ടും പറയാം സയ്യിദ്. മനുഷ്യർ യേശുവിനെ കൊന്നു, അതുകൊണ്ട് അതിൽ നിന്നുണ്ടായ ഒരു പ്രതിഫലമായിട്ട്, അതിൽ നിന്നുണ്ടായ ഒരേ ഒരു ഉപകാരം അവരുടെ പാപങ്ങൾ പൊറുക്കപ്പെട്ടു. കൊന്നതുകൊണ്ട് അവരുടെ പാപങ്ങൾ പൊറുക്കപ്പെട്ടു. ഇതാണ് താങ്കൾ വെച്ച വാദം. ഇതിനെ പിന്താങ്ങുന്ന ഏതെങ്കിലും ഒരു ബൈബിൾ വാക്യം, താങ്കൾക്ക് കൊണ്ടുവരാൻ കഴിയുമെങ്കിൽ കൊണ്ടുവരിക. ഇല്ലെങ്കിൽ എനിക്കറിയില്ല, ഞാൻ വായിച്ചിട്ടില്ല, പഠിച്ചിട്ട് വരാം എന്നെങ്കിലും പറഞ്ഞ് ഒരു ആത്മാർത്ഥത കാണിക്കുക. വിച്ച് വൺ ഡു യു വാണ്ട് ടു സേ? ഇല്ല, ബൈബിൾ വചനം അങ്ങനെ ഉണ്ടാവാൻ തരമില്ല. ഒന്ന് നിങ്ങൾ മനസ്സിലാക്കുക. രണ്ടാമത്തെ കാര്യം, ഇത് രണ്ടും ഒന്ന് തന്നെയാണ്. യേശുവിനെ കുരിശിലേറ്റിയത് കൊണ്ട് എന്ത് സംഭവിച്ചു അതിന് തെളിവ് കൊണ്ടുപോവാ. ഊഹാപോഹങ്ങൾ ഇവിടെ പറയണ്ട സയ്യിദ്. ഇതെങ്ങനെയാണ് പുള്ളി പറഞ്ഞു. അപ്പൊ പിന്നെ ചോദ്യം ചോദിക്കേണ്ട കാര്യമില്ല. എന്താണ് ബൈബിളിലില്ല, ബൈബിളിൽ ഉണ്ടാവില്ല എന്ന് പറഞ്ഞു സയ്യിദ്. ബൈബിളിൽ ഉണ്ടാവില്ല, അവിടെ പറയുന്നില്ല. രണ്ട് വസ്തുതകളൊന്നും സയ്യിദ്, ഇടയിൽ നിങ്ങൾ സംസാരിക്കരുത്. ഞാൻ സംസാരിച്ചു കഴിഞ്ഞിട്ട് സമയം തരാം. താങ്കൾ ഇപ്പൊ പറഞ്ഞു ബൈബിളിൽ ഉണ്ടാകാൻ ഇടയില്ല. താങ്കൾ വായിച്ചിട്ടല്ല പറയുന്നത്, താങ്കളുടെ സ്വന്തം ഒരു ഊഹം പറയാണ്. ബൈബിളിൽ അങ്ങനെ ഉണ്ടാകാൻ ഇടയില്ല. പിന്നെ ഈ പറയുന്നതിന്റെ കാര്യമേ എന്താണ് സയ്യിദ്? പറയൂ. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, യേശു ക്രിസ്തുവിനെ അതെല്ലാം നിങ്ങൾ അംഗീകരിക്കുന്നുണ്ട്. ക്രൂരമായി പീഡിപ്പിച്ച് കുരിശിലേറ്റി, അത് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ട്. അതിന്റെ പേരിൽ തന്നെയാണ് ജനങ്ങളുടെ പാപങ്ങൾ പൊറുക്കപ്പെട്ടതെന്നും അംഗീകരിക്കുന്നു. നിങ്ങൾ പറയുന്നത് സ്വയം കുരിശിലേറ്റി അതിനുവേണ്ടി ജനങ്ങളെ പാവങ്ങൾ പൊറുപ്പിക്കാൻ വേണ്ടിയിട്ട് ദൈവം വന്നത്. ദൈവം എന്തിനു വന്നു? എന്താണ് അവിടെ ചെയ്തത്? ജനങ്ങളെ കൊണ്ട് ഇത്രയും വലിയ കൊടും ക്രൂരത, വലിയ പാവം ചെയ്യിപ്പിച്ചത്. ഏത് പാവമാണ് പുറത്തത്? അപ്പൊ ഈ പാവം എങ്ങനെയാണ് മനുഷ്യന്റെ പരിഹരിക്കപ്പെടുന്നത്? ഇനി യഹോവയുടെ പേരിൽ ഈ രീതിയിലുള്ള കൊടുക്കൂറ. അവിടെ നിൽക്കൂ, ഒരുപാട് കാര്യങ്ങൾ പറയണ്ട സയ്യിദ്, അവിടെ നിൽക്കൂ. ഓക്കെ, അപ്പോ കുരിശിൽ മരിച്ചത് കൊണ്ട് പാപങ്ങൾ പൊറുക്കപ്പെട്ടു. എങ്ങനെയാണ് ഈ പാപങ്ങൾ പൊറുക്കൾക്ക് മനസ്സിലായിട്ടില്ല. ഒന്ന് മ്യൂട്ട് ചെയ്തോളൂ. ഓക്കെ. സോ താങ്കൾ ഇവിടെ വന്നത് ഈ മനസ്സിൽ ചോദ്യം കൊണ്ടാണ്. യേശുക്രിസ്തു അല്ലെങ്കിൽ യേശുവിനെ കൊന്നത് കൊണ്ട് പാപങ്ങൾ എങ്ങനെയാണ് പൊറുക്കപ്പെടുക? ഒരു പാപം പോലും പൊറുക്കപ്പെട്ടിട്ടില്ല എന്നൊക്കെ താങ്കൾ ഇവിടെ നിന്നുകൊണ്ട് പറയുന്നു. അപ്പൊ താങ്കൾക്ക് മനസ്സിലായിട്ടില്ല യേശുക്രിസ്തു എന്തിനാണ് മരിച്ചത്, മനുഷ്യരെ കൊന്നത് എന്തിനാണ് കൊന്നത്, പാപങ്ങൾ എങ്ങനെയാണ് പൊറുക്കപ്പെട്ടത്. അപ്പൊ താങ്കൾക്ക് ഒരു വലിയ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഒരു വിടവുണ്ട്. ആ വിടവ് നികത്തി തരണമെന്ന് താങ്കൾ ആഗ്രഹിക്കുന്നുണ്ടോ? ഡു യു വാണ്ട് ടു നോ ദ ട്രൂത്ത് ഓഫ് ദ ബൈബിൾ? ബൈബിളിലുള്ള സത്യം അറിയാൻ ആഗ്രഹിക്കുന്നുണ്ടോ താങ്കൾ? ആഗ്രഹിക്കുന്നുണ്ടോ? ഓക്കെ, വെരി ഗുഡ്. അപ്പോ കുറച്ചു സമയം ഒന്ന് മ്യൂട്ട് ആയിട്ടിരുന്നുള്ളൂ. നമ്മുടെ ഒരു സഹോദരൻ JCB വന്നിട്ടുണ്ട്. അദ്ദേഹം കേട്ടു എന്ന് തോന്നുന്നു. JCB കേട്ടിരുന്നു ആർഗ്യുമെന്റ്? അല്ല, ഇതിന്റെ കോർ പോയിന്റ് എന്താണ്? പാപം ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണോ സയ്യിദിന്റെ പോയിന്റ്? അതാണോ പോയിന്റ്? അല്ലല്ല, അദ്ദേഹത്തിന് മനസ്സിലായിട്ടില്ല.
മനസ്സിലാകാത്തത് യേശു ക്രിസ്തുവിനെ ഇദ്ദേഹം ഏതോ റൂമിൽ സംസാരിക്കുന്നത് കേട്ടു. യേശുവിനെ മനുഷ്യന്മാർ കൊന്നു, ക്രൂരമായി മൃഗീയമായി മർദ്ദിച്ച് കൊന്നു. കൊന്നത് കൊണ്ടുള്ളായ അതിനുണ്ടായ അതിന്റെ ഒരു ഉപകാരം ഉണ്ടായത്, ഒരേ ഒരു ഉപകാരം ഉണ്ടായത്, കൊന്നവരുടെ പാപം ക്ഷമിച്ചു കിട്ടി. അപ്പൊ കൊന്നവരുടെ പാപം ക്ഷമിച്ചു കിട്ടി എന്നുള്ള ഒരു വിശ്വാസമാണ് ക്രിസ്ത്യാനികൾക്കുള്ളത്. പക്ഷെ അത് സത്യമാണെന്ന് ഇദ്ദേഹം വിശ്വസിക്കുന്നില്ല. ഇദ്ദേഹം ബൈബിളോ ഖുറാനോ അതിലൊന്നും ഇല്ല എന്നും വിശ്വസിക്കുന്നു ഇങ്ങനെയുള്ള ഒരു കാര്യം. അപ്പൊ ഈ പാപം എങ്ങനെ പുറത്തു കിട്ടി എന്നൊക്കെ അറിയാൻ ഇപ്പൊ ആഗ്രഹം ഉണ്ടോ എന്ന് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു അറിയാൻ ആഗ്രഹമുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാം. ഹൗ ഡിഡ് ദ സിൻസ് ഗോട്ട് ഫോർ ഗിവൺ? കൊന്നവർക്കാണോ പാപം മോചിച്ച് കിട്ടിയത്? ആർക്കാണ് പാപം മോചിച്ച് കിട്ടിയത്? എങ്ങനെയാണ് ഒരു മനുഷ്യന് പാപങ്ങൾ മോചിക്കാൻ കഴിയുക? അപ്പൊ അങ്ങനെ അറിയണമെന്നുണ്ടെങ്കിൽ സയ്യിദ് ഒരു കുറച്ചു സമയം ഇടയിൽ കയറാതെ ഒന്ന് ഇരുന്നാല് JCB ബ്രദറോ സാം ബ്രദറോ ആരാ അവിടെ പറയാനായിട്ട്, അവരൊക്കെ പറഞ്ഞു തരും. ഐ വിൽ ഓൾസോ ബി ഹിയർ. ഓക്കെ, പറഞ്ഞോളൂ JCB. JCB ബ്രദർ ഒരു മിനിറ്റ്. JCB ബ്രദർ എടുത്തു. അതിനു മുമ്പായിട്ട് എനിക്ക് ആക്ച്വലി ഈ സയ്യിദിന്റെ ക്വസ്റ്റ്യൻ എന്താണെന്ന്, അല്ലെങ്കിൽ അദ്ദേഹം എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത്, ഞാൻ കുറച്ചു നേരം കൊണ്ടൊന്ന് ക്യാപ്ചർ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ടായിരുന്നു. അതൊന്ന് സ്റ്റേറ്റ് ചെയ്യാവോ? സയ്യിദ് ബ്രദർ അതെ, കൃത്യമായിട്ടൊന്ന് പറയാൻ പറ്റുമോ? സയ്യിദിനൊന്ന് പറയാൻ പറ്റുമോ എന്താണ് താങ്കൾ പറയാൻ ഉദ്ദേശിക്കുന്നതെന്നൊന്ന് പറയാവോ? സയ്യിദിന്റെ വാക്കുകളാൽ ഒന്ന് കേൾക്കാൻ പറ്റുമോ? ഓക്കെ, ഞാൻ ഇത്ര നേരം അതാണ് പറഞ്ഞത്. ഒന്ന്, ഇപ്പൊ യേശുവിനെ ക്രൂശിലേറ്റി, ഒറ്റ പോയിന്റ് പറഞ്ഞാൽ മതി. പോയിന്റാണ് ആ പോയിന്റിന്റെ കാര്യം അതേ പറയുന്നുള്ളൂ ഞാൻ. യേശുവിനെ ക്രൂശിലേറ്റി വളരെ മൃഗീയമായ പീഡനങ്ങളോടെ ക്രൂശിലേറ്റി വധിക്കപ്പെട്ടു. ആ ഒരു കാരണത്തിന്റെ പേരിലാണല്ലോ പാപങ്ങൾ പൊറുക്കപ്പെട്ടത്, മനുഷ്യകുലത്തിന്റെ ആകമാനം. ആദ്യത്തെ സെന്റൻസിൽ നിൽക്കാം. നമുക്ക് പോയിന്റ് ചെറിയ പോയിന്റ് ആയിട്ട് പോവാം, അല്ലെങ്കിൽ ഒത്തിരി കാര്യം പറഞ്ഞാൽ ശരിയാവില്ല. ആദ്യത്തെ സെന്റൻസ് നിങ്ങൾ പറഞ്ഞു യേശുവിനെ ക്രൂരമായി മർദ്ദിച്ച് കുരിശിൽ തറച്ചു. ഇതല്ലേ ഫസ്റ്റ് പോയിന്റ് അല്ലേ? ഹലോ പറഞ്ഞോളി. ആണോ അല്ലയോ? നമുക്ക് പറഞ്ഞ് സ്റ്റീൽമാൻ ചെയ്ത് പോകണം, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. അത് തന്നെയാണല്ലോ പറഞ്ഞത്. ആണോ അല്ലയോ എന്ന് പറയൂ. ആണെങ്കിൽ ആണ്, അല്ലെങ്കിൽ അല്ല എന്ന് പറയൂ. എന്താ ചോദ്യം? എന്താ നിങ്ങൾ ആദ്യം പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഒന്നുകൂടെ പറഞ്ഞോളൂ, ഒരൊറ്റ പോയിന്റ്. വെയിറ്റ്, നിങ്ങൾ അതൊന്നുകൂടെ പറയൂ സുഹൃത്തെ, ഒന്ന് കേൾക്കാനാണ്. യേശുവിനെ മൃഗീയമായ പീഡനങ്ങളോടെ കുരിശിലേറ്റി വധിക്കപ്പെട്ടു. ഓക്കെ, ഈ കാര്യം വിശ്വസിക്കുന്നുണ്ട്, കറക്റ്റ് അല്ലേ? ഈ കാര്യം നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട്, കറക്റ്റ് അല്ലേ? വിശ്വസിക്കുന്നു എന്ന് പറയാൻ ഇപ്പൊ ഈ മാഡവും അത് അംഗീകരിച്ചപ്പോ എനിക്ക് വിശ്വസിക്കാൻ തരവില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ നമുക്ക് കച്ചറ കളിക്കാൻ സമയമില്ല. തക്കിയ കാണിക്കരുത്, അവിടെ നിക്കേ. നിങ്ങളിപ്പോ പറഞ്ഞ സെന്റൻസ് നിങ്ങൾ അസന്നിഗ്ധമായി പറഞ്ഞു, യേശുവിനെ മർദ്ദിച്ച് കുരിശിൽ തറച്ചു വധിക്കപ്പെട്ടു. ഈ കാര്യം നിങ്ങൾ വിശ്വസിക്കുന്നതാണല്ലോ, ഓക്കെ ആണേ? ഞാൻ വിശ്വസിക്കുന്നു എന്നുള്ള എന്റെ വിശ്വാസമാണോ നിങ്ങൾ ചോദിക്കുന്നത്? സുഹൃത്തെ, നിങ്ങളല്ലേ ചോദ്യം ചോദിക്കുന്നത്. അപ്പൊ നിങ്ങളോട് ഞാൻ നിങ്ങൾ അസന്നിഗ്ധമായ ഒരു പോയിന്റ് പറഞ്ഞു, യേശുവിനെ മർദ്ദിച്ചു, അതിനുശേഷം ക്രൂരമായി വധിക്കപ്പെട്ടു. ഇത് നിങ്ങൾ വെച്ച സ്റ്റേറ്റ്മെന്റ് ആണ്, ഇതിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടല്ലോ, ഓക്കെ അല്ലേ? ഈ ചോദ്യം തന്നെ ആ മാഡം എന്റെ അടുത്ത് ചോദിച്ചു, ഞാൻ വിശ്വസിക്കുന്നില്ല, നിങ്ങളുടെ വിശ്വാസം അതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല പറഞ്ഞത്. വെയിറ്റ്, അപ്പൊ നിങ്ങൾ വിശ്വസിക്കുന്നില്ല, നിങ്ങളുടെ വിശ്വാസം അവിടെ നിക്ക് കേക്ക് നമുക്ക് ക്ലിയർ ചെയ്ത് പോവാം. അപ്പൊ നിങ്ങൾ ഈ പോയിന്റിൽ വിശ്വസിക്കുന്നില്ല, അങ്ങനെ സംഭവിച്ചിട്ടില്ല എന്നാണ് നിങ്ങൾ വിശ്വസിക്കുന്നത്, കറക്റ്റ് അല്ലേ? എന്റെ വിശ്വാസം എന്തിനാ നിങ്ങൾ നിങ്ങളുടെ വിശ്വാസമാണ് പറയേണ്ടത്. ഞാനത് പറഞ്ഞുതരാം. ഞാൻ പറഞ്ഞു തരാം അത് എന്തുകൊണ്ടാണ് ഇമ്പോർട്ടൻ്റ് ആവുന്നതെന്ന്. ഇപ്പം ഞാൻ നിങ്ങളോട് പറയുകയാണ്, സയ്യിദ് വേണ്ട, സയ്യിദിൻ്റെ അയൽക്കാരൻ്റെ ഫാദർ XYZ എന്ന് പറയുന്ന ഒരാളാണ് എന്ന് പറയുകയാണ്. ഓക്കെ, അത് ഞാനത് വെറുതെ പറയുന്നതാണ്, മനസ്സിലായി? അദ്ദേഹത്തിൻ്റെ ഫാദർ വേറെ ഒരാളാണ്, മനസ്സിലാവുന്നുണ്ടോ? എന്നിട്ട് ഞാൻ വെറുതെ പറയുകയാണ് അത് അങ്ങനെയാണെന്ന്. എന്നിട്ട് അത് വെച്ചിട്ടൊരു ആർഗ്യുമെൻ്റ് പ്ലേസ് ചെയ്യുകയാണ്, പറയുന്നത് മനസ്സിലാവട്ടെ? നിങ്ങൾ അത് പറഞ്ഞ വാദം എന്ന് പറയുന്നത് നിങ്ങൾ അസന്നിഗ്ധമായി പറയുകയാണ് വധിക്കപ്പെട്ടു എന്ന് നിങ്ങൾ പറഞ്ഞു.
ഇനി നിങ്ങൾ പറയണം, അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സ്റ്റേറ്റ്മെന്റ് മാറ്റി പറയണം. അതായത് ഇത് ഞാൻ വിശ്വസിക്കുന്നില്ല, നിങ്ങൾ വിശ്വസിക്കുന്നതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നതെന്ന് നിങ്ങൾ പറഞ്ഞു. എന്നാൽ കുഴപ്പമില്ല, നിങ്ങൾക്ക് ഒരവസരം കൂടെ ഞാൻ തരാം. ഞാൻ പറഞ്ഞത് ക്രിസ്ത്യാനിറ്റിയുടെ വിശ്വാസമാണ്, എന്റെ വിശ്വാസമേ അല്ല. ക്രിസ്ത്യാനിറ്റിയുടെ വിശ്വാസം പറയാൻ ഞങ്ങളിവിടെ ഉണ്ടല്ലോ. സൈദിനെ തൽക്കാലം ഞങ്ങൾ അതിനെ ഏൽപ്പിച്ചിട്ടില്ല. നിങ്ങൾ തൽക്കാലം നിങ്ങളുടെ വാദം ആദ്യം പറ, എന്നിട്ട് ഞങ്ങളോട് ചോദ്യം ചോദിക്കേ. അപ്പൊ ചുരുക്കത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്ന കാര്യം എന്താണെന്ന് ആദ്യം പറ. ഇതിന്റെ ഒരു ഒരു സെക്കൻഡ് സയ്യിദ്, ആൻസർ ഇല്ലാത്തതുകൊണ്ടല്ല, താങ്കളുടെ വിശ്വാസം പറഞ്ഞതിന് ശേഷം നിങ്ങൾ ഇങ്ങനെ പറഞ്ഞാൽ മതി, യേശു ക്രിസ്തു മരിച്ചിട്ടോ ജീവിച്ചിട്ടോ അല്ലെങ്കിൽ ക്രൂശിലേറ്റിയതായിട്ടോ ഉയർത്തെഴുന്നേറ്റോ ഞാൻ വിശ്വസിക്കുന്നില്ല, എന്നാൽ ക്രിസ്ത്യാനികൾ ഇങ്ങനെ വിശ്വസിക്കുന്നു. താങ്കൾ നിങ്ങൾ സ്റ്റേറ്റ്മെന്റ് വെച്ചാൽ ഈ ആൻസർ നിങ്ങൾ സ്റ്റേറ്റ്മെന്റ് വെക്കാം ആദ്യം, അത് ഞങ്ങൾക്ക് കേൾക്കണമെന്നേ. ഞാൻ ക്രിസ്ത്യാനിറ്റിയുടെ വിശ്വാസം പറയാനല്ലേ ഞങ്ങൾ ഇവിടെ ഇരിക്കുന്ന സയ്യിദ്. നിങ്ങൾ ആദ്യം നിങ്ങളുടെ സ്റ്റേറ്റ്മെന്റ് പ്രോപ്പർലി വെക്കൂ. അതെ, തക്കിയ നടക്കില്ല. സയ്യിദ് ഇവിടെ പുതിയ പഠനമായതുകൊണ്ടാണ്, 2-3 വർഷം ഈ റൂം ഇവിടെ ഉണ്ട്. നിങ്ങൾ നുണ പറയാൻ വേണ്ടി തന്നെയാണ് ഈ റൂമുകളിൽ കയറി വരുന്നത്, ഞങ്ങൾക്ക് അറിയാഞ്ഞിട്ടല്ല.